രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് UDF ക്യാമ്പുകളിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ അകാലത്തിൽ തന്നെ സജീവമായിരിക്കുകയാണ്. മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ VD സതീശനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ലീഗിന്റെ പിന്തുണ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് വെറുമൊരു പിന്തുണ എന്നതിലുപരി കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു ഭൂകമ്പത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. ഈ നിലപാട് UDF ഭരണത്തിൽ വന്നാൽ മുന്നണിക്കകത്ത് മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹത്തിലും വലിയ തോതിലുള്ള ചർച്ചകൾക്കും പ്രത്യാഘാതങ്ങൾക്കും വഴിവെക്കുമെന്നത് ഉറപ്പാണ്. സാധാരണഗതിയിൽ കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയിൽ മുഖ്യമന്ത്രി ആരാകണമെന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡും തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുമാണ്. ഘടകകക്ഷികൾക്ക് ആ തീരുമാനത്തിൽ സ്വാധീനം ഉണ്ടാകാമെങ്കിലും പാണക്കാട് തങ്ങളെ പോലെ ഒരാൾ പരസ്യമായി ഒരു പേര് നിർദ്ദേശിക്കുന്നത് കോൺഗ്രസിന്റെ ആഭ്യന്തര പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് ഒരു വിഭാഗം നേതാക്കൾ കാണുന്നത്. കോൺഗ്രസിലെ ഭൂരിപക്ഷ സമുദായ നേതാക്കളും MP-മാരും ഉന്നത നേതാക്കളും ഈ നിലപാടിൽ വലിയ രോഷത്തിലാണ്. ലീഗിന്റെ മന്ത്രിമാർ ആരാകണമെന്ന് കോൺഗ്രസ് പറയാത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി ലീഗ് തീരുമാനിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യം പാർട്ടിയിൽ ശക്തമായി കഴിഞ്ഞു. ഇത് VD സതീശന് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യാനാണ് സാധ്യത. ലീഗിന്റെ നോമിനിയായി സതീശൻ ചിത്രീകരിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മതേതര പ്രതിച്ഛായയ്ക്കും പാർട്ടിക്കുള്ളിലെ സ്വകാര്യതയ്ക്കും മങ്ങലേൽപ്പിക്കും. മുസ്ലിം ലീഗ് UDF-ലെ ഏറ്റവും ശക്തമായ രണ്ടാമത്തെ കക്ഷിയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ലീഗിന്റെ താല്പര്യത്തിന് വഴങ്ങി VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ ഹൈക്കമാൻഡ് തയ്യാറായാൽ അത് കോൺഗ്രസ് ലീഗിന് മുന്നിൽ കീഴടങ്ങി എന്ന സന്ദേശമാകും നൽകുക. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP ഇത് വലിയ രാഷ്ട്രീയ ആയുധമാക്കും. മുസ്ലിം ലീഗിന്റെ പതാക തന്നെ പാകിസ്ഥാൻ പതാകയെ ചിത്രീകരിച്ച് പ്രചാരണം നടത്തുന്ന BJP-ക്കും കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് ലീഗാണെന്ന വാദം ലഭിക്കുന്നത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് താങ്ങാനാവില്ല. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ അതീവ ജാഗ്രത പുലർത്തും. ഈ രാഷ്ട്രീയ സന്ധിക്കിടയിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള നേതാവ് രമേശ് ചെന്നിത്തലയാണ്. VD സതീശനും KC വേണുഗോപാലും ചെന്നിത്തലയുടെ ശിഷ്യന്മാരായി രാഷ്ട്രീയത്തിൽ വളർന്നവരാണ്. ലീഗിന്റെ ഏകപക്ഷീയമായ നിലപാടിൽ അതൃപ്തിയുള്ള KC വേണുഗോപാൽ വിഭാഗവും A വിഭാഗവും ഒത്തുചേർന്നാൽ ചെന്നിത്തലയ്ക്ക് ഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണ ഉറപ്പിക്കാൻ കഴിയും. 70 വയസ്സിനോട് അടുക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് ഇത് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ അവസാന വലിയ അവസരമാണ്. VD സതീശനാകട്ടെ ഇനിയും പ്രായവും അവസരങ്ങളുമുണ്ട്. ചെന്നിത്തലയുടെ കീഴിൽ മന്ത്രിസഭയിലിരിക്കാൻ സതീശന് വൈമുഖ്യം ഉണ്ടാകില്ല എന്നതും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. സതീശന്റെ പോരാട്ട വീര്യത്തെയും മതേതര നിലപാടുകളെയും കേരളം അംഗീകരിക്കുന്നുണ്ടെങ്കിലും നിലവിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ചെന്നിത്തലയ്ക്ക് അനുകൂലമായി മാറാനാണ് സാധ്യത. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കി കേരളത്തിലേക്ക് അയക്കുന്നതിൽ ലീഗിന് താല്പര്യമില്ല എന്നതും വ്യക്തമാണ്. അതിന് പിന്നിൽ ചില പ്രായോഗിക കാരണങ്ങളുമുണ്ട്. KC വേണുഗോപാൽ കേരളത്തിലേക്ക് വരുന്നത് 2 ഉപതെരഞ്ഞെടുപ്പുകൾക്ക് വഴിമാറേണ്ടി വരും. KCക്ക് മത്സരിക്കാൻ സുരക്ഷിതമായ ഒരു മണ്ഡലം കണ്ടെത്തുക പ്രയാസമാണ്. ലീഗ് തങ്ങളുടെ സീറ്റുകൾ വിട്ടുകൊടുക്കില്ല. ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചു എന്ന ജനരോഷം KC നേരിടേണ്ടി വരും. ഒരു മുഖ്യമന്ത്രി ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റാൽ അത് സർക്കാരിന് തന്നെ വീഴ്ചയായി മാറും. ആലപ്പുഴയിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത് കോൺഗ്രസിന് വലിയ റിസ്ക് ആണ്. BJP അവിടെ വലിയ മുന്നേറ്റം നടത്തുന്ന സാഹചര്യത്തിൽ ആ സീറ്റ് നഷ്ടപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്തം KC വഹിക്കേണ്ടി വരും. മുമ്പ് KC വേണുഗോപാൽ രാജിവെച്ച രാജ്യസഭാ സീറ്റ് BJP-ക്ക് ലഭിച്ച ചരിത്രം ഹൈക്കമാൻഡ് മറക്കില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായ അദ്ദേഹം ഡൽഹിയിൽ തന്നെ തുടരുന്നതാണ് നല്ലതെന്ന് നേതൃത്വം കരുതും. ലീഗ് ആവശ്യപ്പെട്ടതുകൊണ്ട് ഒരാളെ മുഖ്യമന്ത്രിയാക്കിയെന്ന പ്രചാരണം കേരളത്തിലെ ക്രൈസ്തവ ഹിന്ദു വിഭാഗങ്ങളെ കോൺഗ്രസിൽ നിന്ന് അകറ്റാനും സാധ്യതയുണ്ട്. സമുദായ നേതാക്കളായ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരോടും സതീശൻ പുലർത്തുന്ന കർക്കശമായ നിലപാടുകൾ ഒരു വിഭാഗത്തിന് ഇഷ്ടമാണെങ്കിലും രാഷ്ട്രീയമായ അധികാര കൈമാറ്റത്തിൽ എല്ലാ സമുദായങ്ങളുടെയും പിന്തുണ കോൺഗ്രസിന് അത്യാവശ്യമാണ്. ചെന്നിത്തലയെ പോലെ എല്ലാ വിഭാഗങ്ങൾക്കും സ്വീകാര്യനായ ഒരു നേതാവിനെ മുന്നിൽ നിർത്തുന്നത് ഇത്തരം സാമുദായിക ഭയാശങ്കങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കും. UDF ഒരു കേഡർ സംവിധാനമല്ല, മറിച്ച് വിവിധ താല്പര്യങ്ങളുള്ള കക്ഷികളുടെ ഒരു കൂട്ടായ്മയാണ്. VD സതീശന്റെ നേതൃത്വ പാടവത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ലെങ്കിലും പാണക്കാട് തങ്ങളുടെ പരസ്യ പിന്തുണ സതീശന്റെ മുഖ്യമന്ത്രി മോഹങ്ങൾക്ക് വിനയാകാനാണ് സാധ്യത. കോൺഗ്രസിന്റെ അന്തസ്സും സ്വയംഭരണാധികാരവും സംരക്ഷിക്കാൻ ഹൈക്കമാൻഡ് ശ്രമിക്കും. രമേശ് ചെന്നിത്തല എന്ന മുതിർന്ന നേതാവിനായിരിക്കും നറുക്ക് വീഴുക. സതീശനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പിൻവാങ്ങലല്ല, മറിച്ച് തന്ത്രപരമായ കാത്തിരിപ്പായിരിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ KC വേണുഗോപാലും സതീശനും ചെന്നിത്തലയെ പിന്തുണയ്ക്കുകയാണെങ്കിൽ മുന്നണിക്കകത്തെ പൊട്ടിത്തെറി ഒഴിവാക്കാനും സാധിക്കും. എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരു ജനകീയ മുഖ്യമന്ത്രിയെ കണ്ടെത്തുക എന്നതായിരിക്കും കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ലീഗിന്റെ ഇടപെടൽ കോൺഗ്രസിനുള്ളിൽ വലിയൊരു ഏകീകരണത്തിന് വഴി തെളിച്ചു എന്നതും തർക്കമില്ലാത്ത കാര്യമാണ്. എന്നാൽ ആ ഏകീകരണം സതീശന് അനുകൂലമാകുമോ അതോ ചെന്നിത്തലയ്ക്കാണോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും.